എന്താടി ശശികലേ, നീ എനിക്ക് മുന്നേ ഇറങ്ങിയോ? വലിയ ആളാവാൻ നോക്കല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മായി. അമ്മായിക്ക് വേണ്ടി ഡോറ് തുറക്കാൻ ഇറങ്ങിയതാ. അയ്യോ വേറൊന്നുമല്ല അമ്മായി, ഇറങ്ങ്. എടി ചന്ദ്രകലേ, നീ അവളെ ഒരുപാട് ഉപദേശിച്ചിട്ട് നീ ഇറങ്ങുന്നല്ലോ. അഹങ്കാരം കൂടിപ്പോയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആദ്യത്തോടെ ഇരിക്കില്ലായിരുന്നോ? ഇങ്ങനെ ചത്തുകുത്തിയിരിക്കോ? ഇറങ്ങി വാ. അധിക പ്രസംഗം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എടാ ഡ്രൈവർ ചേർക്കാ, എന്താ അമ്മേ? നാട്ടിൽ കള്ളന്മാർ ഒരുപാടുണ്ട്. നീ വീട്ടിൽ പോയി എല്ലാം ഒന്ന് നോക്കണേ. ശരി. എന്തുവാണ് ഇതൊക്കെ? ഇവരെല്ലാം വലിയ ടിക്ടോക്ക് ഫാമിലിയെ പോലെ ഉണ്ടല്ലോ. എല്ലാം കൂടെ അകത്തേക്ക് കയറിയ ബോബിയുടെ ആരും കട്ട പോകുകയെന്നുള്ളത് ഉറപ്പായ കാര്യം. കഷ്ടമായിരിക്കടാ. എല്ലാം നിന്നെ കൊണ്ടോടാ. ഇനി ഇതുപോലെ തല്ലുവാണ് ഞാൻ നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ടി. ഫ്രണ്ട്ഷിപ്പ് പ്രധാനം. എടാ സീനുവിന് അപകടം പറ്റിയെന്ന് കേട്ടല്ലോ. ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചു കേട്ടോ. ചത്ത പോയിരുന്നെങ്കിൽ സമാധാനം കിട്ടിയനെ. ഒന്നിനും കൊള്ളാത്തവൻ. അതെ, വർത്താനം നിർത്തിയിട്ട് അകത്തേക്ക് പോവാൻ നോക്ക്. മുത്തശ്ശി, ഇവരുടെ പേര് ശശികല, ഇവരുടെ പേര് ചന്ദ്രകല. അപ്പൊ മുത്തശ്ശിയുടെ പേരെന്താ? ലക്ഷ്മി കലേന്നാടാ. ഡാന്ന് വിളിക്കാതെ പിന്നെ സാറേന്ന് വിളിക്കണോ? എന്താടാ വിവരം പറഞ്ഞവർക്ക് ഒരു റെസ്പെക്ട് ഇല്ല. പോടാ പോടാ, വേഗം പോടാ കുട്ടികളെ, ഒന്ന് വേഗം ആട്ടെ. ഞാൻ വരുന്നിടം വരെ ഇവരെ നന്നായി നോക്കണം. ഞാനില്ലാത്തപ്പോ ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കണ്ട. എന്താ സർ? ആ ശ്രീനിയെ ഹോസ്പിറ്റലാക്കിയത് നിങ്ങളാണോ? അതെ സാർ, അതെ സാർ. ഏത് ഹോസ്പിറ്റലിലാ? കാക്കനാട് ജനറൽ ഹോസ്പിറ്റലാ സാർ. എങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ വാ. ഓക്കെ സാർ. നീ അവിടെ നിൽക്ക്. നിന്നെ കണ്ടിട്ട് കുറച്ച് തിരക്കേടില്ല. നിന്റെ പേരെന്താ? രാമുന്ന സാർ. പോവാം. വാ. ശ്രദ്ധിച്ചു വേണേടാ. എന്തിനാടാ? പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ ഓർത്താ മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണെങ്കിൽ എന്നെ ഓർത്താ മതി. ഡാ എന്താടാ? ഈ നാട്ടിൽ എവിടെയോ ശ്രീനിയുണ്ട്, പക്ഷേ അത് ഹോസ്പിറ്റൽ, അതും ICUവില്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പുമില്ല. നീ ആ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കിയ. നീ പറയുന്നതൊക്കെ കള്ളാന്നവർക്ക് മനസ്സിലായ ഹോസ്പിറ്റൽ ICUന്ന് നീയും പുറത്തു വരത്തില്ലെന്ന് ഉറപ്പാ. ഇനിയെല്ലാം മെഗാസ്റ്റാർ തന്നെ വേണം രക്ഷിക്കാൻ. ചെല്ലടാ. വാടാ. വരുന്നു ചേട്ടാ. ദൈവമേ രക്ഷിക്കണേ. ലേഡീസ് അല്ലേ വന്നിരിക്കുന്നത്, അതിനെന്തിനാ ഇവിടെ ഇത്രയും മുഖം കാണിക്കുന്നേ? എന്തോ എടി കൊച്ചേ, വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാപ്പി വെള്ളം ഒന്നും വേണമെന്ന് ചോദിക്കില്ലേടി നീ? എന്തെങ്കിലും കുടിക്കാൻ വേണം ആന്റി? ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കാതെ വേണമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൂടെ നിനക്ക്? എന്നോട് ചോദിക്കാതെ നിനക്ക് അവിടെ ചോദിക്കാലോ. എനിക്ക് ജ്യൂസ്, അമ്മായിക്ക് ബൂസ്റ്റ്, അമ്മായിയുടെ അമ്മായിക്ക് കോഫി. എടി പെങ്കൊച്ചേ, മനസ്സിലാകുന്ന പോലെ പറയടി. അമ്മായിയുടെ അമ്മായിക്ക് കോഫി, അമ്മായിക്ക് ബൂസ്റ്റ്, എനിക്ക് ജ്യൂസ്. ശരി, കൊണ്ടുവരാം. ഇവൻ എന്റെ ജീവിതം തോലയ്ക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്നെ പറഞ്ഞേക്കേ, എന്നെ പറഞ്ഞേക്കേ. ഉച്ച വെക്കാതെ ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹം ഒരാള് വെളി പോയപ്പോ 7-8 പേര് അകത്തേക്ക് വന്നേക്കുന്നത്. സൗകര്യം കിട്ടുമ്പോ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് വിടും. ഒന്ന് വെയിറ്റ് ചെയ്യേ. രാമുനെ വിളിച്ച് കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നടാ. ശ്രീനി എന്ന് പറയുന്ന ആൾ അവിടെ ഇല്ലാത്തോണ്ട് ഇവനവിടെ കുടുങ്ങിയോന്ന് അറിയില്ലല്ലോ. എന്താ ശ്രീനി ഇല്ലെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നുമില്ല സാറേ. എന്താ മകേഷേ, എന്താ പ്രശ്നം? എനിക്കെന്തോ ഇവന്മാര് തരികിട പരിപാടിയായിട്ട് ഇറങ്ങിയതാണെന്നൊരു ചെറിയ സംശയമുണ്ട്. ഇവന്മാർക്ക് നമ്മുടെ ശ്രീനിയെ അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 പൊട്ടീര് കൊടുത്താൽ മണി പോലെ എല്ലാം പറയും. ഇതിനൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയില് ശ്രീനി ആരാണെന്നൊന്ന് കാണിച്ചു തന്നെ പറ. ശ്രീനിയെ കാണിക്കാൻ പറഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുന്നത്? നിങ്ങളല്ലേ അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ? എങ്കിൽ കാണിക്കേ. ഇതിനകത്ത് ആരാ ശ്രീനി എന്ന് കാണിക്കേ. അവര് നമ്മളെ സഹായിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ നീ ചുമ്മാ അവരെ സംശയിക്കുവാണോ? നീ ചുമ്മാ ഒരു കാലത്തും ഗുണം പിടിക്കും തോന്നുന്നില്ല. എടാ വാടാ, കളഞ്ഞേച്ചു പോവാ. നീ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? നീ അങ്ങോട്ട് നോക്ക്.
ഇനി ഇങ്ങോട്ട് നോക്ക്. ഇനി മൊത്തത്തിലൊന്ന് ചുറ്റി നോക്ക്. ഡാ നീ സൂപ്പറാടാ. പോസ്റ്ററിലോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഡാ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ബോബിനെ രക്ഷപ്പെടുത്തടാ. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ഭർത്താവിനെ പുറത്താക്കിയിട്ട് കാമുകനെ ബാത്റൂമിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും നടന്നതേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ അങ്ങനെയൊന്നുമില്ല അമ്മായി. നിങ്ങളന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വന്നപ്പോ ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പിന്നെ അന്ന് ചായ തന്നില്ല എന്ന് പറഞ്ഞ അന്നും വഴക്ക് പറഞ്ഞില്ലേ? അന്ന് ഉറങ്ങുന്ന സമയത്ത് അവര് വന്നത്. ഉറങ്ങാണോ എന്ന് ചോദിച്ചു. അതാ സംഭവിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അമ്മായി. കൊയ്യും പിടിച്ചിങ്ങനെ നിൽക്കാതെ കുടിക്കാനൊന്നും ഇല്ലേ? കോഫിയില് പഞ്ചസാര എത്ര ഇടേണ്ടത് ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എനിക്ക് 3 സ്പൂണ്, അമ്മായിക്ക് 2 സ്പൂണ്, അമ്മായിയുടെ അമ്മായിക്ക് 1 സ്പൂണ്. ശരി. നിന്റെ ഈ കപട നാടകം. ടിവിയിലെ സംഭാഷണം കേട്ട് ഇവൾ ഓടി വന്നെങ്കിലേ തീർച്ചയായിട്ടും അവള് ബാത്റൂമിൽ ആരെങ്കിലും ഒളിപ്പിച്ചിരിക്കും. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മിണ്ടാതിരിക്കടി, ഞാൻ പറഞ്ഞ നേരാ. അതെങ്ങനെ അറിയാം? എക്സ്പീരിയൻസ് ആണടി. പാവം എന്റെ അമ്മായിയപ്പൻ. നിന്റെയൊക്കെ ചെയ്ത് നിർത്തടി, അവള് കേക്കും. അവൻ എവിടെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടടി. എടി 1 ബാത്റൂം പോണെന്ന് ഞാനൊന്ന് പറയും. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞാ ആരുമില്ലെന്ന് അർത്ഥം. പുറത്തുള്ള ബാത്റൂമിൽ പോയിക്കൊന്ന് പറഞ്ഞാലേ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് ആരോ ഉണ്ടെന്നാണ് അർത്ഥം. വരുന്നുണ്ടേ. എന്നാ എടുത്തോ. എടി കൊച്ചേ, മോളെ എനിക്കൊന്ന് ബാത്റൂമിൽ പോണമല്ലോ മോളെ. എനിക്ക് ഷുഗർ ഉള്ളോണ്ടേ ഇടയ്ക്കിടയ്ക്കൊക്കെ പോണെന്ന് തോന്നുവാ. തെറ്റ് ചെയ്തു ശ്രീദേവി. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. മുൻപത്തെ പോലെ എന്റെ അമ്മായിയെ. ഇതുപോലുള്ള അമ്മായിയമ്മ കാരണം നമ്മളെ ജീവിക്കാനേ അനുവദിക്കില്ല അല്ലേ? അത് ശരി. ബാത്റൂം എവിടെയാണെന്നൊന്ന് പറ. അത് പിന്നെ ഈ ബാത്റൂമില് പായലുള്ളത് കാരണം തെന്നി വീഴാൻ സാധ്യതയുണ്ട്. പുറത്ത് വേറൊരു ബാത്റൂം ഉണ്ട്, ഞാൻ കൊണ്ടുപോവാ. വാ. പുറത്താ ശ്രീനിയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ? വലിയ പ്രശ്നം. അടിച്ചാലോ? അവര് കുത്തിയാലോ? കൊന്നുകളഞ്ഞാലോ? എന്റെ അടി കൊച്ചെ, അതിലും നല്ലത് പായലുള്ള ബാത്റൂമിൽ പോകുന്നു. കാണിച്ചു കൊടുക്ക്. നടക്ക. അയ്യോ. ശ്രീനി, ശ്രീനി, എന്റെ ശ്രീനി. എടോ, ആ പ്രസിഡന്റിനെ ഇവിടെ കാണാൻ വെച്ചിട്ട് കൈ കിട്ടിയാലുണ്ടല്ലോ. ആ ശ്രീനി എന്ന പേരുള്ള ഒരാൾ ഐസിയുലുണ്ടോ? അവൻ എന്തെങ്കിലും ഇവിടെ ഞാൻ ദൈവമേ, എന്താവോ എന്തോ. അൺഐഡന്റിഫൈഡ് ആക്സിഡന്റ് കേസ് ഒന്നുണ്ട്. താങ്ക് യു നഴ്സ് മോളെ. എന്താ കാമപുരംകാരനാ താൻ? അതെനിക്ക് മനസ്സിലായി. ഏയ്, ഉള്ളു പോയി നിങ്ങളുടെ ആളാണോ നോക്കിട്ട് പോ ആദ്യം. ഓരോരുത്തരായിട്ട് പോയാ മതി. ആദ്യം നീ ചെല്ലേ. എടാ, ഇത് നമ്മുടെ ശ്രീനി അല്ലടാ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അകത്ത് പോയി നോക്ക്. ശരി സാർ. ശ്രീനി, ശ്രീനി സാർ, അത് ഞങ്ങളുടെ ശ്രീനി തന്നെയാണ് സാർ. അതേ നീളം, അതേ വണ്ണം. പ്രസിഡന്റ് കാര്യത്തിൽ തീരുമാനമായി സാറേ. നീ തിളയ്ക്കാതെ നിന്നേ, വേറൊരാൾ കൂടി പോയിട്ട് നോക്കിട്ട് വന്നേ. നീ ചേടാ. ദൈവമേ, അവനാവരുതേ. എടാ, അവൻ നമ്മുടെ ശ്രീനി അല്ലടാ. ഫോട്ടോ വല്ലതും ഉണ്ടോ കയ്യില്? ഇതാ സാറേ. നീ വാ. ഇതാരാ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടില്ലേ സാർ, ഇതാ അവസ്ഥ. അയ്യോ, ഒന്നും കാണുന്നുമില്ല.
ധൃതി വെച്ച് ഇറങ്ങിയത് കൊണ്ട് ഞാൻ എന്റെ കണ്ണട എടുക്കാനും മറന്നു. ആ, ഒന്ന് കുലുക്കി നോക്കാം. അനങ്ങുന്നില്ലല്ലോ. ആ, ഉള്ള ആരോഗ്യം പോകുന്ന തോന്നുന്നു. അയ്യോ. ഇതിലാരാ? ഒന്നും കാണുന്നില്ലല്ലോ. ഒച്ച അനക്കൊന്നുമില്ലല്ലോ. കണ്ണും കാണുന്നില്ല. വണ്ടാരോടങ്ങാൻ എന്ത് ചെയ്യൂ? ഒന്ന് കുറച്ച് പുറകെ നിന്ന് നോക്കിയാലോ? വല്ലതും പിടി കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കഷ്ടകാലം പിറ്റി കെട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ പുറകില്?